ഓം ശാന്തി 11/1/2026 അവ്യക്ത ബാബ്ദാദ മധുബൻ റിവൈസ് കോഴ്സ് 20/10/2008. മുരളിയുടെ ടൈറ്റിലാണ് സന്തുഷ്ടമണിയായി വിശ്വത്തിൽ സന്തുഷ്ടതയുടെ പ്രകാശം പരത്തൂ. സന്തുഷ്ടമായിരിക്കൂ, എല്ലാവരെയും സന്തുഷ്ടമാക്കൂ. ഇന്ന് ബാബ്ദാദ തൻ്റെ സദാ സന്തുഷ്ടമായിരിക്കുന്ന സന്തുഷ്ടമണികളെ കാണുകയാണ്. ഓരോ സന്തുഷ്ടമണിയുടെയും തിളക്കം നാനാഭാഗത്തും വളരെ മനോഹരമായി പ്രകാശിക്കുന്നു. ഓരോ സന്തുഷ്ടമണിയും ബാബയ്ക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ്. സ്വയവും പ്രിയപ്പെട്ടതാണ്. സന്തുഷ്ടത സർവർക്കും പ്രിയപ്പെട്ടതാണ്. സന്തുഷ്ടത സദാ സർവപ്രാപ്തികളാലും സമ്പന്നമായിരിക്കുന്നത് കാരണം സന്തുഷ്ടതയുള്ളിടത്ത് അപ്രാപ്തമായി ഒന്നുമില്ല. സന്തുഷ്ട ആത്മാവിൽ സന്തുഷ്ടത സ്വാഭാവിക സ്വഭാവമാണ്. സന്തുഷ്ടതയുടെ ശക്തി സ്വതവേ സഹജമായി നാനാഭാഗത്തേക്കും വായുമണ്ഡലം വ്യാപിപ്പിക്കുന്നു. അവരുടെ മുഖവും കണ്ണുകളും അന്തരീക്ഷത്തിൽ സന്തുഷ്ടതയുടെ അലകൾ പരത്തുന്നു. സന്തുഷ്ടതയുള്ളിടത്ത് മറ്റ് വിശേഷതകൾ സ്വതവേ വന്നു ചേരുന്നു. സംഗമയുഗത്തിൽ ബാബയിൽ നിന്നുള്ള വിശേഷ സമ്മാനമാണ് സന്തുഷ്ടത. സന്തുഷ്ടതയുടെ ശക്തി സാഹചര്യങ്ങളുടെ മേൽ സദാ വിജയിക്കുന്നു. സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു, എന്നാൽ സന്തുഷ്ടതയുടെ ശക്തി സദാ ഉന്നതി പ്രാപ്തമാക്കിക്കൊണ്ടിരിക്കുന്നു. എത്ര സാഹചര്യങ്ങളുണ്ടായാലും മായയും പ്രകൃതിയും എല്ലായ്പ്പോഴും സന്തുഷ്ടമണിയുടെ മുന്നിൽ ഒരു പാവ ഷോ പോലെ കാണപ്പെടുന്നു. അതിനാൽ സന്തുഷ്ട ആത്മാവ് ഒരിക്കലും അസ്വസ്ഥനാകുന്നില്ല. സാഹചര്യങ്ങളുടെ ഷോ വിനോദമായി അനുഭവപ്പെടുന്നു. ഈ വിനോദം അനുഭവിക്കാൻ തൻ്റെ സ്ഥിതിയുടെ സീറ്റ് സദാ സാക്ഷി നിരീക്ഷകൻ്റേതായിരിക്കണം. സാക്ഷി നിരീക്ഷകന്റെ സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നവർ ഈ വിനോദം അനുഭവിക്കുന്നു. ദൃശ്യം എത്ര മാറിയാലും സാക്ഷി ദൃഷ്ടാവിൻ്റെ സീറ്റിൽ സ്ഥിതി ചെയ്യുന്ന സന്തുഷ്ട ആത്മാവ് സാക്ഷിയാണ്. ഓരോ സാഹചര്യത്തെയും സ്വസ്ഥിതിയിലേക്ക് മാറ്റുന്നു. ഞാൻ സദാ സന്തുഷ്ടനാണോ എന്ന് എല്ലാവരും പരിശോധിക്കണം. എപ്പോഴും ആണോ അതോ ചിലപ്പോൾ മാത്രമാണോ? ബാബ് ദാദ എപ്പോഴും കുട്ടികളോട് പറയുന്നു, ശക്തിക്ക് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി, ഡബിൾ ലൈറ്റായി പറക്കുന്നതിന് വേണ്ടി സദാ എന്ന വാക്ക് സദാ ഓർമ്മയുണ്ടായിരിക്കണം. ചിലപ്പോൾ എന്ന വാക്ക് ബ്രാഹ്മണ ജീവിതത്തിൻ്റെ നിഘണ്ടുവിൽ ഇല്ല. കാരണം സന്തുഷ്ടതയുടെ അർത്ഥം സർവപ്രാപ്തി എന്നാണ്. സർവപ്രാപ്തികളും ഉള്ളയിടത്ത് ചിലപ്പോൾ എന്ന വാക്ക് ഇല്ല. സദാ അനുഭൂതി ചെയ്യുന്നവരാണോ അതോ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണോ? ഓരോരുത്തരും സ്വയം തന്നോട് ചോദിക്കൂ, പരിശോധിച്ചുവോ? താങ്കൾ എല്ലാവരും, പ്രത്യേകിച്ച് ബാബയുടെ സ്നേഹികൾ, സഹയോഗി, പ്രിയപ്പെട്ട മധുരമായ സ്വപരിവർത്തകരായ കുട്ടികളാണ്. അങ്ങനെയാണോ? ബാബ നിങ്ങളെ കാണുന്നത് പോലെ നിങ്ങൾ സ്വയം അനുഭവം ചെയ്യുന്നുണ്ടോ? കൈ ഉയർത്തുക. എപ്പോഴും, ചിലപ്പോൾ അല്ല, സദാ സന്തുഷ്ടരായിരിക്കുന്നവർ. സദാ എന്ന വാക്ക് ഓർമ്മയുണ്ടല്ലോ. കൈ അല്പം സാവധാനത്തിൽ ഉയർത്തുന്നു. നല്ലത്, വളരെ നല്ലത്. കുറച്ചു പേർ ഉയർത്തുന്നുണ്ട്. ചിന്തിച്ചതിന് ശേഷം ഉയർത്തുന്നു. ബാബ് ദാദ പലതവണ നിങ്ങളുടെ ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട്. ഇപ്പോൾ സ്വയത്തെയും സമയത്തെയും നോക്കൂ. സമയത്തിൻ്റെ വേഗതയും നിങ്ങളുടെ വേഗതയും പരിശോധിക്കുക. പാസ് വിത്ത് ഓണർ ആകണം, അല്ലേ?
ഓരോരുത്തരും ചിന്തിക്കുക, ഞാൻ ബാബയുടെ പ്രിയപ്പെട്ടവളാണ് അല്ലെങ്കിൽ പ്രിയപ്പെട്ടവനാണ്. സ്വയം പ്രിയപ്പെട്ടവനാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ടോ? ബാബ് ദാദ നിങ്ങൾക്ക് എല്ലാ ദിവസവും സ്നേഹസ്മരണകൾ നൽകുന്നു. പ്രിയപ്പെട്ട കുട്ടികൾ, ആരാണ് പ്രിയപ്പെട്ടവരാകുന്നത്? ആരാണോ ബാബയെ ഫോളോ ചെയ്യുന്നത് അവരാണ് പ്രിയപ്പെട്ടവരാകുന്നത്. ഫോളോ ചെയ്യുന്നത് വളരെ വളരെ സഹജമാണ്. ഒരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾ ഒരു കാര്യം മാത്രം ഫോളോ ചെയ്യുകയാണെങ്കിൽ സഹജമായി എല്ലാ കാര്യത്തിലും ഫോളോ ചെയ്യാൻ സാധിക്കും. ബാബ എല്ലാ ദിവസവും ഓർമ്മിപ്പിക്കുന്ന ഒരു വരിയുണ്ട്. അത് ഓർമ്മയുണ്ടോ? സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി പിതാവായ എന്നെ ഓർമ്മിക്കുക. ഒരു വരി മാത്രമേ ഉള്ളൂ. ബാബയുടെ സമ്പത്ത് കിട്ടിയിട്ടുള്ള ബാബയെ ഓർമ്മിക്കുന്ന ആത്മാവിന് സേവനമില്ലാതെ ജീവിക്കാൻ കഴിയില്ല. കാരണം അളവറ്റ പ്രാപ്തിയുണ്ട്. അഖണ്ഡമായ ഖജനാവാണ്. ദാതാവിൻ്റെ കുട്ടികളാണ്. നൽകാതെ ഇരിക്കാൻ കഴിയില്ല. നിങ്ങളിൽ കൂടുതൽ പേർക്കും എന്ത് ടൈറ്റിലാണ് കിട്ടിയിട്ടുള്ളത്? ഡബിൾ വിദേശികൾ. ടൈറ്റിൽ തന്നെ ഡബിൾ ആണ്. ബാബ് ദാദയും താങ്കളെ എല്ലാവരെയും കാണുമ്പോൾ സന്തോഷിക്കുകയും സ്വമേധയാ ഈ ഗാനം ആലപിക്കുകയും ചെയ്യുന്നു. ആഹാ എൻ്റെ കുട്ടികൾ, ആഹാ നന്നായിട്ടുണ്ട്. വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്ന് ഏത് വിമാനത്തിലാണ് വന്നത്? സ്ഥൂലമായി ഏതെങ്കിലും വിമാനത്തിൽ വന്നതായിരിക്കാം. ബാബ് ദാദ ഏത് വിമാനമാണ് കാണുന്നത്? അതീവ സ്നേഹത്തിൻ്റെ വിമാനത്തിലാണ് തൻ്റെ പ്രിയപ്പെട്ട വീട്ടിൽ എത്തിച്ചേർന്നത്. ബാബ് ദാദ ഓരോ കുട്ടിക്കും ഇന്ന് ഈ വിശേഷ വരദാനമാണ് നൽകുന്നത്. ഓ പ്രിയപ്പെട്ട കുട്ടികളെ, സദാ സന്തുഷ്ടമണിയായി സന്തുഷ്ടതയുടെ പ്രകാശം പരത്തുകയും ചെയ്യൂ. സന്തുഷ്ടമായിരിക്കുക, മറ്റുള്ളവരെ സന്തുഷ്ടമാക്കുക. പല കുട്ടികളും പറയുന്നു, സന്തോഷമായിരിക്കാൻ സഹജമാണ്. മറ്റുള്ളവരെ സന്തുഷ്ടമാക്കുന്നത് അല്പം ബുദ്ധിമുട്ടുള്ളതാണ്. ബാബ് ദാദയ്ക്കറിയാം, ഓരോ ആത്മാവിനെയും സന്തുഷ്ടമാക്കണമെങ്കിൽ അതിനുള്ള സഹജ മാർഗമാണ്. ആരെങ്കിലും നിങ്ങളോട് അസന്തുഷ്ടമാണെങ്കിൽ അല്ലെങ്കിൽ സ്വയം അസന്തുഷ്ടരായി ഇരിക്കുകയാണെങ്കിൽ താങ്കൾക്കും അവരുടെ അസന്തുഷ്ടിയുടെ പ്രഭാവമുണ്ടാകുന്നു. വ്യർത്ഥ സങ്കല്പങ്ങൾ ഉണ്ടാകുന്നു. ബാബ് ദാദ നിങ്ങൾക്ക് ശുഭഭാവനയുടെയും ശുഭകാമനയുടെയും മന്ത്രം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ സ്വയം ഈ മന്ത്രത്തിൻ്റെ സ്മൃതി സ്വരൂപമായിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വ്യർത്ഥ സങ്കല്പം വരില്ല. ഇവർ ഇങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമെങ്കിലും ഇവരിങ്ങനെയാണ്. പക്ഷേ നമ്മൾ സദാ വേറിട്ടവരായിരിക്കണം. അവരുടെ വൈബ്രേഷനിൽ നിന്ന് വേറിട്ടവരും ബാബയുടെ പ്രിയപ്പെട്ടവരുമായി അനുഭവം ചെയ്യൂ. വേറിട്ടതും ബാബയുടെ പ്രിയപ്പെട്ടവരുമായി താങ്കളുടെ വൈബ്രേഷൻ ആ ആത്മാവിലേക്ക് എത്തിയില്ലെങ്കിലും അന്തരീക്ഷത്തിൽ വ്യാപിക്കുന്നു. പരിവർത്തനം ഒന്നും ഉണ്ടാകുന്നില്ലെങ്കിൽ താങ്കളുടെ ഉള്ളിൽ ആ ആത്മാവിൻ്റെ പ്രഭാവം വ്യർത്ഥ സങ്കല്പങ്ങളുടെ രൂപത്തിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ വായുമണ്ഡലത്തിൽ എല്ലാവരുടെയും സങ്കല്പം വ്യാപിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ വേറിട്ടിരിക്കുന്നവരായി, ബാബയുടെ പ്രിയപ്പെട്ടവരായി, ആ ആത്മാവിൻ്റെയും മംഗളത്തിനായി ശുഭഭാവനയും ശുഭകാമനയും വയ്ക്കൂ. പലപ്പോഴും കുട്ടികൾ പറയാറുണ്ട്, അവർ തെറ്റ് ചെയ്തപ്പോൾ ഞങ്ങൾക്കും നിർബന്ധമായി പറയേണ്ടി വന്നു. അല്പം തൻ്റെ സ്വഭാവവുമുണ്ട്. വായും ശക്തിയുള്ളതായി മാറുന്നു. അവർ തെറ്റ് ചെയ്തു, പക്ഷേ നിങ്ങൾ കാണിച്ച ശക്തി അതും തെറ്റല്ലേ? അവർ ഒരു തെറ്റ് ചെയ്തു, നിങ്ങളുടെ വായിൽ നിന്ന് നിങ്ങൾ ശക്തിയോടെ പറഞ്ഞത് അതിനെ ക്രോധത്തിൻ്റെ അംശം എന്ന് പറയും. അത് ശരിയാണോ?
ഒരു തെറ്റിന് മറ്റൊരു തെറ്റിനെ തിരുത്താൻ കഴിയുമോ? ഇപ്പോഴത്തെ സമയമനുസരിച്ച് നിങ്ങളുടെ വാക്കുകളെ ശക്തിയുള്ളതാക്കാൻ പ്രത്യേകം ശ്രദ്ധ നൽകുക. ഉച്ചത്തിൽ അല്ലെങ്കിൽ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ സംസാരിക്കുന്നു. ഇതും രണ്ടാമത്തെ വികാരത്തിൻ്റെ അംശമാണ്. പുഷ്പവൃഷ്ടി നടക്കുന്നതുപോലെ വാക്കുകൾ നിങ്ങളുടെ വായിൽ നിന്ന് പുറത്തു വരണമെന്ന് പറയാറുണ്ട്. മധുരമായ വാക്കുകൾ, പുഞ്ചിരിക്കുന്ന മുഖം, മധുരമായ മനോഭാവം, മധുരമായ ദൃഷ്ടി, മധുരമായ സംബന്ധ സമ്പർക്കം എന്നിവയും സേവനത്തിൻ്റെ മാർഗങ്ങളാണ്. നോക്കൂ, ആരെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ, അത് തെറ്റാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനുള്ള ലക്ഷ്യത്തിൽ മറ്റൊരു ലക്ഷ്യവുമില്ല. താങ്കളുടെ ലക്ഷ്യം വളരെ നല്ലതാണ്. അവർക്ക് ശിക്ഷണങ്ങൾ നൽകുന്നു. പക്ഷേ ഫലത്തിൽ എന്താണ് കാണുന്നത്? അവർ മാറുമോ? പിന്നീടങ്ങോട്ട് അവർ മുന്നിൽ വരാൻ ഭയപ്പെടുന്നു. നിങ്ങൾ ഏത് ലക്ഷ്യമാണോ വെച്ചത് അത് നടക്കുന്നില്ല. അതിനാൽ സദാ നിങ്ങളുടെ മനസ്സ്, സങ്കല്പം, വാക്ക്, കർമ്മം, സംബന്ധ സമ്പർക്കം ഇവയെല്ലാം മധുരത നിറഞ്ഞതും അർത്ഥം മഹത്തരമാക്കുക. കാരണം വർത്തമാന സമയത്ത് ആളുകൾ പ്രായോഗിക ജീവിതം കാണാൻ ആഗ്രഹിക്കുന്നു. വാക്കുകളിലൂടെ സേവനം ചെയ്യുമ്പോൾ വാക്കുകളുടെ സേവനത്തിൽ പ്രഭാവിതരാകുകയും അടുത്ത് വരികയും ചെയ്യുന്നു. ഇതൊരു നേട്ടമാണ്. പ്രായോഗിക മധുരത, മഹാനത, ശ്രേഷ്ഠ ഭാവന, ചലനവും മുഖവും കാണുമ്പോൾ അവർ സ്വയം പരിവർത്തനത്തിനായി പ്രചോദനം നേടുന്നു. എന്നാൽ ഭാവിയിൽ സമയത്തിൻ്റെ സാഹചര്യങ്ങൾ പരിവർത്തനമാകും. അങ്ങനെയുള്ള സമയത്ത് നിങ്ങളെല്ലാവരും നിങ്ങളുടെ മുഖത്തിലൂടെയും പെരുമാറ്റത്തിലൂടെയും കൂടുതൽ സേവനം ചെയ്യണം. അതിനാൽ സ്വയം പരിശോധിക്കൂ. സർവാത്മാക്കളെയും പ്രതി ശുഭഭാവനയും ശുഭകാമനയുടെ വൃത്തിയുടെയും ദൃഷ്ടിയുടെയും സംസ്കാരം സ്വഭാവവും സ്വാഭാവികവുമായി മാറിയോ? ബാപ്ദാദ ഓരോ കുട്ടിയെയും വിജയമാലയിലെ മണിയായി മാറുന്നത് കാണാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളും എല്ലാവരും നിങ്ങളെ സ്വയം ഞങ്ങൾ മാലയിലെ മണികളാകാൻ പോകുന്നവരാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ടോ? പല കുട്ടികളും കരുതുന്നത് നിമിത്തമായി ഇരിക്കുന്നവർ മാത്രമാണ് 108ന്റെ മാലയിൽ വരുന്നത് എന്നാണ്. മുൻപും പറഞ്ഞിട്ടുണ്ട്, ഈ 108ന്റെ മഹിമ ഭക്തിയുടെ മാലയ്ക്കാണ്. നിങ്ങൾ ഓരോരുത്തരും വിജയി മണികൾ ആകുകയാണെങ്കിൽ ബാപ്ദാദ മാലയിൽ കൂടുതൽ ഇഴകൾ ചേർക്കും. വിജയി കുട്ടികളായ നിങ്ങൾ ഓരോരുത്തർക്കും ബാബയുടെ ഹൃദയത്തിലെ മാലയിൽ സ്ഥാനമുണ്ട്. ഇത് ബാബ ഉറപ്പു നൽകുന്നു. മനസ്സാ വാചാ കർമ്മണ, ചലനത്തിലും മുഖത്തിലും കൂടി സ്വയത്തെ വിജയിയാക്കൂ. ഇഷ്ടമാണോ? ആകുമോ? ബാപ്ദാദയുടെ ഉറപ്പാണ് വിജയമാലയിലെ മണിയാക്കി മാറ്റും. ആരൊക്കെ ആകും? ബ്രാക്കറ്റിൽ എല്ലാവരും കൈകൾ ഉയർത്തി. ബാപ്ദാദ മാലയ്ക്കുള്ളിൽ മാല ഉണ്ടാക്കാൻ തുടങ്ങും. ഡബിൾ വിദേശികൾക്കിതിഷ്ടമാണ് അല്ലേ? വിജയമാലയിലേക്ക് കൊണ്ടുവരിക ബാബയുടെ ജോലിയാണ്. വിജയിയാകുക എന്നത് നിങ്ങളുടെ ജോലിയാണ്. സഹജമാണോ അല്ലയോ? ബുദ്ധിമുട്ടാണോ? ബുദ്ധിമുട്ടുള്ളവർ കൈ ഉയർത്തുക. തോന്നുന്നുണ്ടോ? കുറച്ചുണ്ട്, ചിലർക്ക് മാത്രം. ബാപ്ദാദ പറയുന്നു, ബാപ്ദാദ എന്ന് പറയുമ്പോൾ ബാബ എന്ന് പറയുന്നതിലൂടെ ബാബയുടെ സമ്പത്ത് ലഭിക്കില്ലേ? എല്ലാവരും സമ്പത്തിൻ്റെ അധികാരിയാകുമ്പോൾ ബാബ എത്ര സഹജമായാണ് സമ്പത്ത് നൽകുന്നത്. നിമിഷങ്ങളുടെ കാര്യമാണ്. നിങ്ങൾ അംഗീകരിച്ചു, എൻ്റെ ബാബയാണെന്നറിഞ്ഞു. ബാബ എന്താണ് പറഞ്ഞത്? എൻ്റെ കുട്ടിയാണ്. കുട്ടിക്ക് സ്വതവേ സമ്പത്തിന് അധികാരമുണ്ട്. ബാബ എന്ന് പറയുന്നുണ്ടല്ലോ. എല്ലാവരും ഒരു വാക്കേ പറയുന്നുള്ളൂ, എൻ്റെ ബാബ. അങ്ങനെയാണോ?
എൻ്റെ ബാബയാണോ? ഇതിനായി കൈ ഉയർത്തുക. എൻ്റെ ബാബയാണ് എങ്കിൽ എൻ്റെ സമ്പത്ത് അല്ലേ? എൻ്റെ ബാബയാകുമ്പോൾ എൻ്റെ സമ്പത്തും ബന്ധിതമല്ലേ? എന്താണ് സമ്പത്ത്? ബാബയ്ക്ക് സമാനമാകുക, വിജയിയാകുക. ഡബിൾ വിദേശികൾ ഭൂരിഭാഗവും കൈകോർത്ത് നടക്കുന്നത് ബാബ്ദാദ കണ്ടു. കൈകോർത്ത് നടക്കുന്നു. ഇതാണ് ഫാഷൻ. ബാബ പറയുന്നു, ശിവബാബയുടെ കൈ എന്താണ്? ഈ കൈകളില്ല. നിങ്ങൾ ശിവബാബയുടെ കൈ പിടിക്കുമ്പോൾ അത് ഏത് കൈയാണ്? ശ്രീമത്ത് ബാബയുടെ കൈയാണ്. സ്ഥൂലമായി കൈകോർത്ത് നടക്കുന്നത് ആസ്വദിക്കുന്നത് പോലെ ശ്രീമത്താകുന്ന കൈകളിൽ കൈകോർത്ത് നടക്കണം. എന്താ ബുദ്ധിമുട്ടാണോ? ബ്രഹ്മബാബയെ കണ്ടതാണ്. പ്രായോഗിക ഉദാഹരണം കണ്ടതാണ്. ശ്രീമത്ത് അനുസരിച്ച് നടക്കുന്നതിലൂടെ സമ്പൂർണ്ണ ഫരിഷ്തയുടെ ലക്ഷ്യത്തിലെത്തി. അവ്യക്ത ഫരിഷ്തയായി മാറി. ബാബയെ ഫോളോ ചെയ്യുക. ഉണരുന്നത് മുതൽ ഉറങ്ങുന്നത് വരെ ഓരോ ചുവടിൻ്റെയും ശ്രീമത്ത് ബാബ്ദാദ പറഞ്ഞു തന്നിട്ടുണ്ട്. എങ്ങനെ ഉണരണം, എങ്ങനെ നടക്കണം, എങ്ങനെ പ്രവർത്തിക്കണം, മനസ്സിൽ എങ്ങനെയുള്ള ചിന്തകൾ വരണം, സമയം എങ്ങനെ ശ്രേഷ്ഠമായി വിനിയോഗിക്കണം. രാത്രി ഉറങ്ങാൻ പോകുന്നത് വരെ ശ്രീമത്ത് ലഭിച്ചിട്ടുണ്ട്. ഇത് ചെയ്യണമോ വേണ്ടയോ എന്ന് ചിന്തിക്കേണ്ടതില്ല. ബ്രഹ്മബാബയെ പിന്തുടരുക. ബാബ്ദാദയ്ക്ക് ആഴമേറിയ സ്നേഹമുണ്ട്. ഒരു കുട്ടി പോലും വിജയിക്കാതിരിക്കുന്നതോ രാജാവാകാതിരിക്കുന്നതോ കാണാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാ കുട്ടികളും രാജാക്കുട്ടിയാണ്, സ്വരാജ്യ അധികാരിയാണ്. അതിനാൽ നിങ്ങളുടെ സ്വരാജ്യം മറക്കരുത്. മനസ്സിലായോ? ബാബ്ദാദ പലതവണ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. സമയം പെട്ടെന്ന് വരുന്നതാണ്. ദുർബലമായിക്കൊണ്ടിരിക്കുകയാണ്. അതിനാൽ എവർ റെഡിയുടെയും അശരീരിയുടെയും അനുഭവം ആവശ്യമാണ്. എത്ര തിരക്കിലായാലും സെക്കൻഡിൽ അശരീരിയാകുന്നതിനുള്ള അഭ്യാസം ഇപ്പോൾ മുതൽ ചെയ്തു നോക്കൂ. ഞങ്ങൾക്ക് വളരെ തിരക്കാണെന്ന് നിങ്ങൾ പറയും. എത്ര തിരക്കുണ്ടായാലും നിങ്ങൾക്ക് ദാഹിക്കുമ്പോൾ എന്ത് ചെയ്യും? വെള്ളം കുടിക്കില്ലേ? ദാഹിച്ചാൽ വെള്ളം കുടിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് അറിയാം. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് അശരീരിയുടെയും ആത്മീയ സ്ഥിതിയിലും സ്ഥിതി ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കാരണം വരും കാലങ്ങളിൽ നാനാഭാഗത്തും കുഴപ്പങ്ങൾക്കിടയിലും അചഞ്ചലമായ സ്ഥിതി ആവശ്യമാണ്. ഇപ്പോൾ മുതൽ വളരെ കാലത്തെ അഭ്യാസമില്ലെങ്കിൽ കുഴപ്പങ്ങളുടെ സമയത്ത് എങ്ങനെ അചഞ്ചലമായിരിക്കും? ദിവസം മുഴുവൻ 1-2 മിനിറ്റെങ്കിലും കണ്ടെത്തി സമയമനുസരിച്ച് ആത്മീയ സ്ഥിതിയിലൂടെ അശരീരിയാകാൻ കഴിയുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. പരിശോധിക്കൂ, മാറ്റം വരുത്തൂ. പരിശോധിക്കുക മാത്രമല്ല, മാറ്റം വരുത്തുകയും ചെയ്യൂ. ആവർത്തിച്ച് ഈ അഭ്യാസം പരിശോധിക്കുന്നതിലൂടെ, പരിഷ്കരിക്കുന്നതിലൂടെ സ്വാഭാവിക സ്ഥിതി ഉണ്ടാകും. ബാബ്ദാദയോടുള്ള സ്നേഹത്തിൻ്റെ കാര്യത്തിൽ എല്ലാവരും കൈകൾ ഉയർത്തുന്നുണ്ട്. സ്നേഹമുണ്ടല്ലോ. പൂർണ്ണമായ സ്നേഹമുണ്ടോ അതോ അപൂർണമാണോ? അപൂർണമായത് അല്ലല്ലോ. സ്നേഹമുണ്ടെങ്കിൽ വാഗ്ദാനം എന്താണ്? എന്ത് വാഗ്ദാനമാണ് നൽകിയത്? ഒരുമിച്ച് പോകും. അശരീരിയായി ഒരുമിച്ച് നടക്കുമോ അതോ പിന്നിൽ പിന്തുടരുമോ? ഒരുമിച്ച് നടക്കുമോ? കുറച്ചു സമയം വതനത്തിൽ ഒരുമിച്ചിരുന്നിട്ട് പിന്നെ ആദ്യ ജന്മത്തിൽ ബ്രഹ്മബാബയുടെ കൂടെ വരും. ഇത് വാഗ്ദാനമല്ലേ? അല്ലേ? കൈ ഉയർത്തിക്കുന്നില്ല, തല ആട്ടുക മാത്രം ചെയ്യൂ. കൈ ഉയർത്തി തളർന്നു പോകും. പിറകിൽ നടക്കാതെ കൂടെ പോകേണ്ടി വരുമ്പോൾ ബാബയും ആരെയാണ് കൂടെ കൊണ്ടുപോകുന്നത്? ബാബയ്ക്ക് സമാനമായവരെ
കൂടെ കൊണ്ടുപോകും. ബാബയ്ക്കും ഒറ്റയ്ക്ക് പോകാൻ ഇഷ്ടമല്ല. കുട്ടികളുടെ കൂടെ പോകണം. ഒരുമിച്ച് പോകാൻ തയ്യാറാണോ? തലയാട്ടൂ. അങ്ങനെയല്ലേ? എല്ലാവരും കൂടെ പോകുമോ? എല്ലാവരും കൂടെ പോകാൻ തയ്യാറാണോ? ബാബ പോകുമ്പോൾ കൂടെ പോകും. ഇപ്പോൾ പോകില്ല. ഇപ്പോൾ വിദേശത്തേക്ക് മടങ്ങിപ്പോകണം. ബാബ ആജ്ഞാപിക്കും. നഷ്ടമോഹ സ്മൃതി ലബ്ധയുടെ മണി മുഴക്കുമ്പോൾ ഒരുമിച്ച് പോകണം. അപ്പോൾ തയ്യാറാണ് അല്ലേ? ഒരുമിച്ച് പോകുന്നത് സ്നേഹത്തിൻ്റെ അടയാളമാണ്. ശരി, ബാബ് ദാദ ഓരോ കുട്ടിയെയും ദൂരെയാണെങ്കിലും സമീപത്ത് അനുഭവം ചെയ്യുന്നു. ശാസ്ത്രത്തിൻ്റെ സാധനങ്ങൾക്ക് ദൂരെയുള്ളതും സമീപത്ത് കൊണ്ടുവരാൻ കഴിയുന്നു, സംസാരിക്കാൻ കഴിയുന്നു. ബാബ് ദാദയും ദൂരെയിരിക്കുന്ന കുട്ടികളെയും ഏറ്റവും സമീപത്ത് കാണുന്നു, അകലെയല്ല. നിങ്ങൾ ഹൃദയത്തിൽ ലയിച്ചിരിക്കുന്നു. ബാബ് ദാദ വന്നിട്ടുള്ള ഓരോ കുട്ടികളെയും അവരുടെ പ്രത്യേക ഊഴമനുസരിച്ച് തൻ്റെ ഹൃദയത്തിലും കണ്ണുകളിലും ലയിപ്പിച്ച് ഓരോരുത്തരെയും ഒരുമിച്ച് നടക്കുന്നവരായി, കൂടെ ഇരിക്കുന്നവരായി, ഒരുമിച്ച് രാജ്യം ഭരിക്കുന്നവരായി കാണുന്നു. ഇന്നു മുതൽ ദിവസം മുഴുവൻ എന്ത് ഡ്രിൽ ചെയ്യും? ഇപ്പോൾ മുതൽ ഒരു സെക്കൻഡിൽ ആത്മാ അഭിമാനിയായി തൻ്റെ ശരീരം കണ്ടിട്ടും അശരീരി സ്ഥിതിയിൽ വേറിട്ടവരും ബാബയുടെ പ്രിയപ്പെട്ടവരുമായി അനുഭവം ചെയ്യാൻ കഴിയുന്നുണ്ടോ? ഇപ്പോൾ ഒരു സെക്കൻഡിൽ അശരീരി ഭവ. ശരി, ബാബ് ദാദ ഡ്രിൽ ചെയ്യിച്ചു. അതുപോലെ ദിവസം മുഴുവനും ഇടയ്ക്കിടയ്ക്ക് 1 മിനിറ്റ് എടുത്ത് ഈ അഭ്യാസം ഉറപ്പിക്കൂ. കാരണം ബാബ് ദാദയ്ക്കറിയാം, വരാനിരിക്കുന്ന സമയം വളരെ കുഴപ്പങ്ങളുടേതാകും. നിങ്ങളെല്ലാവർക്കും സകാശ് നൽകേണ്ടി വരും. സകാശ് കൊടുക്കുന്നത് നിങ്ങളുടെ തീവ്ര പുരുഷാർത്ഥമായി മാറും. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സകാശിലൂടെ സർവശക്തികളും നൽകേണ്ടി വരും. അങ്ങനെയുള്ള കുഴപ്പങ്ങളുടെ സമയത്ത് ആരാണോ സകാശ് കൊടുക്കുന്നത്, എത്ര പേർക്ക് കൊടുക്കുകയാണെങ്കിലും അത് അനേകർക്കോ കുറച്ചു പേർക്കോ ആകട്ടെ, അത്രയും പേർ ദ്വാപുര കലിയുഗങ്ങളിൽ അവരുടെ ഭക്തർ ആകും. സംഗമയുഗത്തിലാണ് എല്ലാവരും ഭക്തരെയും തയ്യാറാക്കുന്നത്. കാരണം നിങ്ങൾ കൊടുക്കുന്ന സുഖവും ശാന്തിയും അവരുടെ ഹൃദയത്തിൽ ലയിച്ചു ചേരും. നിങ്ങൾക്ക് ഭക്തിയുടെ രൂപത്തിൽ തിരികെ നൽകും. ശരി, നാനാഭാഗത്തുമുള്ള ബാബ്ദാദയുടെ കണ്ണുകളുടെ പ്രകാശവും വിശ്വത്തിൻ്റെ അടിത്തറയും ഉദ്ധരിക്കുകയും ചെയ്യുന്ന ആത്മാക്കൾക്ക്, മാസ്റ്റർ ദുഃഖ നിവാരണം ചെയ്ത് സുഖദാതാക്കളായ കുട്ടികൾക്ക്, വിശ്വപരിവർത്തകരായ കുട്ടികൾക്ക് ഹൃദയത്തിൽ നിന്ന് ധാരാളം സ്നേഹസ്മരണകളും കോടിക്കണക്കിന് വരദാനങ്ങളും സ്വീകരിച്ചാലും. ശരി, വരദാനം കമ്പൈൻഡ് സ്വരൂപത്തിൻ്റെ സ്മൃതിയിലൂടെയും സ്ഥാനത്തിൻ്റെ ലഹരിയിലൂടെയും കൽപ്പകൽപ്പങ്ങളിലെ അധികാരിയായി ഭവിക്കട്ടെ. ഞാനും എൻ്റെ ബാബയും ഈ സ്മൃതിയിൽ കമ്പൈൻഡ് ആയിരിക്കൂ. ഒപ്പം ഈ ശ്രേഷ്ഠ സ്ഥാനം സദാ സ്മൃതിയിലുണ്ടാകണം. ഇന്ന് നമ്മൾ ബ്രാഹ്മണരാണ്, നാളെ നമ്മൾ ദേവതകളാകും. ഹം സോ ഹം എന്ന മന്ത്രം സദാ ഓർമ്മയുണ്ടാകണം. ഈ സന്തോഷത്തിലും ലഹരിയിലും പഴയ ലോകം എളുപ്പത്തിൽ മറന്നുപോകും. നമ്മൾ ഓരോ കൽപ്പത്തിലെയും അധികാരി ആത്മാവാണെന്ന ലഹരി എപ്പോഴും ഉണ്ടായിരിക്കും. നമ്മളായിരുന്നു, നമ്മളാണ്, നമ്മൾ എല്ലാ കൽപ്പത്തിലും ആയിരിക്കും. സ്ലോഗൻ: നിങ്ങൾ നിങ്ങളുടെ അധ്യാപകനായാൽ എല്ലാ കുറവുകളും സ്വതവേ സമാപ്തമാകും. അവ്യക്ത സൂചന:
ഈ അവ്യക്ത മാസത്തിൽ ബന്ധനമുക്തരായിരുന്ന് ജീവൻ മുക്ത സ്ഥിതിയുടെ അനുഭവം ചെയ്യൂ. ബന്ധനം ആർക്കും ഇഷ്ടമല്ല. എങ്കിലും ആശ്രിതനാകുമ്പോൾ ബന്ധിതനാകുന്നു. നിങ്ങൾ ആശ്രിത ആത്മാവാണോ സ്വതന്ത്രനാണോ എന്ന് പരിശോധിക്കൂ. ജീവൻ മുക്തിയുടെ സന്തോഷം ഇപ്പോഴാണ്. ഭാവിയിൽ ജീവൻ മുക്തിയും ജീവൻ ബന്ധനത്തിനുമിടയിൽ വ്യത്യാസമുണ്ടാകില്ല. ഈ സമയത്ത് ജീവൻ മുക്തിയുടെ അനുഭവം ശ്രേഷ്ഠമായതാണ്. ശരീരത്തിലാണ്, പക്ഷെ ബന്ധനത്തിലല്ല, സ്വതന്ത്രമാണ്. ഓം ശാന്തി.